താങ്ക് യു വെരി മച്ച്. സുധീഷേട്ടന് എന്തോ അലർജിയൊക്കെ വന്നു അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോ എന്നൊക്കെ അറിഞ്ഞു. ബുദ്ധിമുട്ടിയാണ് ഇത് ചെയ്തതെന്നൊക്കെ അറിഞ്ഞായിരുന്നു. ഞാനത് അല്ല അതാ ഞാൻ പറഞ്ഞു. അതായത് എന്റെ വിചാരം നമ്മൾ ഗൾഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടൗൺ മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക കോസ്റ്റ്യൂമറൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടീം വർക്ക് പോലെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ കൂടാരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ കോസ്റ്റ്യൂംസ് കുറേ അവിടെ വെക്കുന്നു. അപ്പോൾ നമ്മൾ സമയം പറയുമ്പോൾ നമ്മൾ റെഡി ആയിട്ട് കോസ്റ്റ്യൂം എടുത്തിടുന്നു. അപ്പോൾ അതിനകത്ത് എന്താ പ്രാണിയോ ഉറുമ്പോ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ച ഒരു കാരണമാവാനാണ് സാധ്യത. ഒരു എനർജിയൊക്കെ വന്നിട്ട് കഴുത്ത് മൊത്തം പ്രശ്നമായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രശ്നമായി മൊത്തം. കാരണം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തൊക്കെയോ വിഷജന്തുക്കൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേക അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പോയ്സൺ ആവുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ടെൻഷനായിരുന്നു ആ സമയങ്ങളിലൊക്കെ. ഇപ്പോഴല്ല, അപ്പൊ തന്നെ സെറ്റായി, കുഴപ്പമില്ല. ചേട്ടന് കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് ഇർഷാദൊക്കെ ആയിട്ട് അല്ലേ? അതെ. ചേട്ടന് ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇർഷാദിക്കേനെയും കൂടി ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. എന്റെ കഴുത്തിൽ എന്തായിരുന്നു നമുക്ക് കഥകളൊക്കെ അറിയില്ലായിരുന്നു അവിടെ അല്ലേ? എന്തായിരുന്നു കഴുത്തിൽ പാമ്പ് ശിവനായിരുന്നല്ലോ ഞാൻ. വലിയ സന്തോഷം. ഇല്ല, ഞാൻ പറയില്ല, ഞാനത് പറയില്ല, നീ മേടിക്കണ്ട. അല്ല പറയാം. ഇർഷാദ് മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ തീർച്ചയായിട്ടും പറയുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പറയണം. എന്താ സത്യം അതല്ലല്ലോ, പിന്നെന്താ പറയുന്നത്? കുഴപ്പം ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കഥയാണ്. ലിപ്സ്റ്റിക് അലർജി ആയിരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ തമാശ പറഞ്ഞാണ്, എന്തോ അങ്ങനെയാണെങ്കിൽ എന്റെ കഴുത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേഹം കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞത്. അപ്പൊ ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള എക്സ്പീരിയൻസ്, മനസ്സിലായില്ലേ? ഇത് എന്താണ് കൊടുക്കലും അങ്ങനെ തൊട്ടടുത്ത റൂമിലായിരുന്നു താമസം. നാളത്തെ തമ്മിൽ എന്തായാലും വരും. സുധീഷിനെ കുറിച്ച് ഇർഷാദ് പറയുന്ന കേട്ടാ ഞെട്ടും. എന്റെ കൂടെ എന്തിനാണ് പറയിപ്പിച്ച് ഞാൻ പറയാതെ വന്നതല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും. അനീഷ്, ഞാൻ ചാൻസ് ചോദിച്ചു നടക്കുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ള, അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, ജോഷ് സാറിൻ്റെ കൂടെ ഒക്കെ ഉള്ള, നമ്മൾ ലൊക്കേഷനൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു. കാലങ്ങളായിട്ട് നല്ല അടുപ്പമുണ്ട്. ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരുമിച്ച് സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. ഒരു സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം അറിയിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനൊരു പടം വന്നപ്പോൾ അനീഷ് നിങ്ങൾക്ക്, അപ്പോൾ ഇത് മുന്നേ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം എനിക്ക് പറ്റിയൊരു സാധനം വന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ, ഒന്നല്ല 2 ക്യാരക്ടറുകൾ എന്നോട് പറഞ്ഞു ഏത് വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായി. എന്തായാലും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ദീനുവിനെ പറ്റി പറഞ്ഞ പോലെ ചായ ഒക്കെ വിളമ്പി തന്നിരുന്ന അദ്ദേഹം ലൊക്കേഷനിൽ വീട്ടിൽ നിന്ന് കടി ഉണ്ടാക്കിക്കൊണ്ടിരും വൈഫ്, ഇവൻ ചായ വിളമ്പും. ഞങ്ങളവിടെ അല്ലേ, നമ്മളെന്തായിരുന്നു പിന്നെ പഴംപൊരി ചോദിച്ചതൊക്കെ കേട്ടു എന്നൊക്കെ കഥയൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ പ്രോപ്പറായിട്ട് കറക്റ്റ് സമയങ്ങളിൽ ഇത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ അറിയില്ല. ഇപ്പം 3 മണിക്ക് ഒരു ചായ ഉണ്ട്, 5 മണിക്ക് കടിയും ചായയും കൂടി കിട്ടുക, ഇതൊന്നും അവർക്ക് അറിയുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇവരെപ്പോഴെങ്കിലും ഇപ്പൊ നമ്മളെ യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ 4 മണി 4:30 ആകുമ്പോഴത്തേനും ഒന്നും സ്നാക്സും ചായ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇർഷാദ് പറഞ്ഞതെന്ന് വരുത്തി തീർത്തുകൊണ്ട് പുള്ളിക്ക് വേണ്ടിയാണ് സംഭവം പറഞ്ഞത്. അത് വേറെ കാര്യം. അവസാനം ലൊക്കേഷനിൽ പഴംപൊരി ചോദിച്ചത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശയായിരുന്നു. എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മരുഭൂമിയിലുള്ള ഒരു പീഡനം ഞങ്ങള് കുറച്ചായി അനുഭവിച്ചിട്ടുള്ള, ഇവരകത്ത് കയറിയിട്ട് ഒരുപാട് അനുഭവിച്ചു. തീർച്ചയായിട്ടും ഇതൊരു തമാശ മാത്രമല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയാം. കാരണം നമ്മൾ എളുപ്പത്തിൽ പോയി ഷൂട്ട് ചെയ്ത് വന്നൊരു സിനിമയല്ല അത്. അത്രയും കഷ്ടപ്പെട്ടവരാണ്. കാരണം നമ്മൾ ഈ സിനിമയിൽ കുറച്ച് ട്രെയിലർ ഷോട്ട്സ് കണ്ടു, പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ്, അതാ പറയാൻ കാര്യം. കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയുക, നമ്മൾ കാരവനിൽ പോയി ഇരിക്കുക, സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക, ആ രീതിയിലായിരുന്നില്ല. മൊത്തത്തിൽ ആ ഒരു ഡ്രൈനെസ്സും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ അഭിനയിച്ചതാണ്. ഞാനല്ല കൂടുതലായിട്ടും, ഇതിൽ കൂടുതലും സർജാനോ ഖാലിദും നമ്മുടെ നായികയും
അനീഷും പിന്നെ വിഷ്ണു ക്യാമറയിൽ പോകണ്ടേ? വിഷ്ണു ക്യാമറയൊക്കെ അവരൊക്കെയാണ് കൂടുതലായിട്ടും അത് അനുഭവിച്ചത്. അത് അല്ല, തീർച്ചയായും ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ദിനേശ് ചേട്ടനെ കണ്ടു, PRO ദിനേശ് ചേട്ടനെ കണ്ടു. ദിനേശ് ചേട്ടൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്. പുള്ളി പറയാം, ആ മരുഭൂമിയിൽ അനുഭവിച്ചത് കണ്ടാൽ തന്നെ ഈ സിനിമ എല്ലാവരും കാണണം എന്ന് തോന്നും, അത്രമേൽ അവര് എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ സാധനത്തില് എന്ന് പറയും. അപ്പൊ എന്തായാലും ഈ സിനിമ 5-ാം തീയതി റിലീസ് ആവുകയാണ്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിൽ ആള് കയറുക എന്നൊക്കെ വലിയൊരു ടാസ്കുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. പാൻ ഇന്ത്യ സിനിമകൾ മാത്രം വരുന്ന ഇത് പാൻ ഇന്ത്യ സിനിമയാണ്, ഇത് പാൻ വേൾഡ് സിനിമയാണ്. ക്രിസ്മസിന് തന്നെ അല്ലേ വിജയ് ഇപ്പൊ എന്നോട് പറയായിരുന്നു, ക്രിസ്മസിന് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ളതാണെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അപ്പോൾ തിയേറ്ററിലേക്ക് തന്നെ ആളുകൾ വരണം. അപ്പോൾ അതിനുള്ള സാധ്യതയുള്ളൊരു സാധനം ഈ സിനിമ പറയുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിലേക്ക് വന്ന് കാണാനുള്ള അവസരം നിങ്ങളും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറയുന്നു. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കണ്ടില്ലേ? കണ്ടു അതിനെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അനീഷ്ക ആൻഡ് ലിൻ ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ആൻഡ് താങ്ക് യു വിജയ് ചേട്ടാ എന്നിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതിൽ താങ്ക് യു സോ മച്ച്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണലാണ്. കാരണം നമ്മളെ ക്രൂവിലുള്ള കുറച്ച് പേര് മാത്രം ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വയ്യാണ്ടായി, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, ഇടയ്ക്ക് പോകും, ട്രിപ്പ് ഇടും, എന്നിട്ട് തിരിച്ചു വരും ഷൂട്ടിങ്ങും. പക്ഷെ ഞാനൊന്നല്ല, ഇവിടെ യൂണിറ്റിലെ ചേട്ടന്മാരും പിന്നെ പുറത്തിറങ്ങി പണിയെടുക്കുന്ന നമ്മുടെ ഡയറക്ടറും DOPയും പ്രൊഡ്യൂസർ വരെ ഇവരൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത്. അവർക്കാണ് ശരിക്കും ഒരു കയ്യടി കൊടുക്കേണ്ടത്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഒരു കംപ്ലൈൻറ്റും പറയാതെ ഡേ ടു നൈറ്റ് ഇത് തന്നെയായിരുന്നു പരിപാടി. ആൻഡ് അതാണ് എക്സ്പീരിയൻസ്. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം? ആദ്യം ഈ ഇവന്റിന് വന്ന എല്ലാവർക്കും നന്ദി. അതെനിക്കും പറയാൻ പറ്റാ, ആദ്യം പറയാൻ വിട്ടുപോയി. താങ്ക് യു സോ മച്ച് എല്ലാവരും ഇവിടെ എത്തിയതിൽ. ഈ ഇങ്ങനൊരു ചെറിയൊരു ഫംഗ്ഷനിൽ നിങ്ങളെല്ലാവരും വന്നതിൽ താങ്ക്സ് അലോട്ട്. സോറി, ബാക്കി പറഞ്ഞു. പിന്നെ അവസാനം മൈക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇതാണ്, പറയേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. നേരത്തെ ഈ മേക്കിംഗ് വീഡിയോയിലൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഞാനും ആദ്യം ഈ സ്റ്റോറി കേട്ടപ്പോൾ ഒമാനിലാണ് ഷൂട്ട് ചെയ്യുന്നത്, സർവൈവൽ പരിപാടിയാണ്, ഇതെന്തായാലും ഒന്ന് അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് ഈ പ്രോജക്റ്റ് ഞാൻ എടുത്തത്. എന്തായാലും കുറച്ച് കഷ്ടപ്പെടും എന്നുള്ള കാര്യം അറിയാമായിരുന്നു, പക്ഷേ ഇത് ഇച്ചിരി കൂടിപ്പോയി. പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഡെസേർട്ടിലുള്ള ഒരു 15 days ഷൂട്ടിൻ്റെ അവസാനമുള്ള ഒരു 15 days ഞങ്ങൾ ഡെസേർട്ടിലായിരുന്നു. അപ്പോൾ ആദ്യം മസ്കറ്റിൽ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷെ ഇപ്പോൾ ഒമാൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ ഡെസേർട്ടും പിന്നെ നമ്മളുടെ കുറച്ച് മെമ്മറീസും ആണ്. ഞങ്ങൾ ആദ്യം കഷ്ടപ്പെട്ടെങ്കിലും പിന്നെ ആ കഷ്ടപ്പാട് ഞങ്ങൾക്കൊരു ഫണ്ണായി മാറി. ലിൻ സാറിനോടാണെങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല, ഞാനൊക്കെ കംപ്ലൈൻറ്റ് പറയുമായിരുന്നു. അതും പറയുന്നത് ലൈക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോടും ബ്രദറിനോടൊക്കെ പറയുന്നത് പോലെ കരഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. കാരണം അവിടേക്ക് നമ്മളുടെ ബേസിക് നീഡ്സ് ഒന്നും എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ ക്ലൈമറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അനുഭവിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ ലൈക്ക് അത് നല്ലതിന് വേണ്ടി ആയിരിക്കുന്നുള്ളൂ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അലർജിയോ എന്തെങ്കിലും ഒക്കെ? ഫാനടിക്കുക അതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല. ഓക്കെ, അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഭയങ്കര കളർഫുൾ വിഷ്വലിന്ന് നേരെ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു മരുഭൂമി, കുറേ ബുദ്ധിമുട്ടുകളും. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ചേഞ്ച് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഇത് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് മരുഭൂമി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ തന്നെയാണ് ഷൂട്ട് പോയിരുന്നത്. അന്നേരം ഈ പറയുന്ന പോലെ കുറച്ച് ഈസി ആയിരുന്നു. പക്ഷേ മരുഭൂമിയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ആദ്യം അനീഷിനോട് പറഞ്ഞു, അനീഷും അതിനകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അന്നേരം അനീഷും ഇവരും എല്ലാം കാറിനകത്ത് കയറിയിരിക്കും, AC-യിലിരിക്കും, ഞാൻ വെളി ചൂടത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പം സംഗതി നേരെ തിരിഞ്ഞു. ഈ കാറിൽ നിന്ന് ഇവരെ കഥാപരമായിട്ട് വെളിയിൽ ഇറങ്ങണമായിരുന്നു. ഇവരൊക്കെ വെയിലത്തും ഞാൻ ഈ കൊടയുടെ കീഴിൽ നിന്ന് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് വന്നു. മരുഭൂമിയിലെത്തിയപ്പം വന്ന വലിയൊരു ചേഞ്ച് അതായിരുന്നു. അവർ ഈ പറയുന്ന പോലെ സർജാനും ആണേലും അനക്കയാണേലും അനീഷാണേലും അവർ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല.
എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിന് മുന്നേ അനീഷേന് വേണ്ടിയിട്ടുള്ള എല്ലാ മൂവിയിലും സോങ്സ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ജോണറിലുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യുമ്പോൾ ഒരു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ പാട്ടും ഡാൻസും അങ്ങനെ ഒരു പൊളി സാധനം എന്നുള്ള മൂഡിലാണ് നമ്മൾ ഇരിക്കണേ. പുള്ളി പടം പറഞ്ഞപ്പോൾ കാറ്റ്, ഡെസേർട്ട്, ഇത് മൊത്തം സീരിയസ് ആണല്ലോ. കുറച്ച് കഷ്ടപ്പാടുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ കാല് വെക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് എത്തരത്തിലുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ വെക്കേണ്ടതെന്ന് നമുക്കൊരു നിശ്ചയമില്ല. പക്ഷെ നമ്മൾ വെച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് പല ഭാഗങ്ങളും ക്ലിയറായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അനീഷ് ഭായി ആയിട്ടുള്ളൊരു കൊളാബറേഷനിൽ നമുക്ക് കുറച്ചുകൂടി, പിന്നെ അനീഷ് ഭായി നമുക്കറിയാം ആളുടെ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ഓൾ. ഭയങ്കര സന്തോഷം തോന്നുന്നത് എല്ലാ ഈവൻറ്റിലും പറയുന്ന പോലെയല്ല. എൻ്റെ ഈ സിനിമയ്ക്ക് ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസറായ സിനിമയുടെ സംവിധായകനാണ് അനീഷ് എന്ന്. അപ്പം അനീഷിനെ ഞാൻ സൂര്യ ടി വിയിലിരിക്കുമ്പോൾ മുല്ലമുട്ടും മുന്തിരിച്ചാറും എന്നൊരു സിനിമ സെല് ചെയ്യാനായിട്ടാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർ ഒരു മൂവി സെല് ചെയ്യാൻ വരുന്നത്. സാറിന് പ്രൊഡ്യൂസറാണ്. അപ്പം അനീഷിനോട് സാർ, ഞാനാണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങും ഞാൻ തന്നെയാണ് ഇത് വിൽക്കുന്നതും ഞാൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തതും. അപ്പം എനിക്ക് അനീഷിനോടൊരു പ്രത്യേക അനുഭവം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം ചെയ്യാം. പക്ഷെ ഞാനന്ന് സൂര്യ ടി വി വിടാൻ ഇരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞുകൊണ്ട് ഒരിക്കൽ ഞാൻ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ അനീഷ് കാണാൻ വരികയും സക്രിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമ എന്നോട് പിച്ച് ചെയ്യുകയും, അതുകൂടാണ്ട് ഈ സിനിമയിൽ അഗൈൻ അനീഷിനെ ലോഞ്ച് ചെയ്ത പോലെയാണ് എനിക്ക് സക്രിയുടെ ഗർഭിണികൾ. പിന്നെ സർജാനോ ഇതേപോലെ 5 വർഷം മുമ്പ് ജൂൺ എന്ന സിനിമയുടെ ഓഡിഷന് എൻ്റെ മുമ്പിൽ വരികയും ഞാൻ അനീഷിനെ സർജാനെ കൊണ്ട് ഡാൻസ് അഭിനയിപ്പിച്ചു. അങ്ങനെ അതിലെ നായകനായിട്ട് സെലക്ട് ചെയ്തു. അപ്പം സർജാനോയും ഞാൻ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ വിഷ്ണു മോഹൻ സിത്താര, വിഷ്ണു ഇതേപോലെ സക്രിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമയിലെ വെയിൽ ചില്ലേവ് എന്ന് പറഞ്ഞ ഹിറ്റ് ഗാനം ഞങ്ങളുടെ സിനിമയുടെ കൂടെ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ വിഷ്ണു എൻ്റെ ഭാഗ്യ സിനിമോട്ടോഗ്രാഫർ എന്ന് പറയാം. എൻ്റെ ഫസ്റ്റ് ഞാൻ പ്രൊഡ്യൂസറായ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. ആട് 1, ആട് 2. അങ്ങനെ ഇതൊരു അനഘയുടെ അച്ഛനുമായിട്ടാണ് എനിക്ക് കൂടുതൽ ഫ്രണ്ട്. പിന്നെ ആരാധ്യ, ആശ, പിന്നെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകണം. ഇർഷാദ് ഭായി, സുധീഷ് ഭായി, എല്ലാവരും. അപ്പോൾ ഇങ്ങനെ പോസ്റ്ററിൽ നോക്കുമ്പം എല്ലാം പരിചയമുള്ളവരും സ്നേഹമുള്ളവരും സന്തോഷമുള്ളവരും കൂടുതലും ഞാൻ ലോഞ്ച് ചെയ്തവരും. അപ്പം അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഇവിടെ നിൽക്കുമ്പോൾ, അത് കൂടാതെ അനീഷ് ഈ സിനിമയിൽ അഭിനയിക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പം ഈ സിനിമ കഴിഞ്ഞ 2022 നവംബറിലോ ഒക്ടോബറിലോ എന്തോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ്, വിജയ് സാർ, ഞാനൊരു ചെറിയ സാധനം ചെയ്യണം, വ്യത്യസ്തമായ ഒരു സാധനം. ഞാൻ പറഞ്ഞു, അനീഷ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളല്ലേ ചെയ്യൂ, സക്രിയുടെ ഗർഭിണികൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അല്ല, അതിൽ ഒരു വേഷം അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഡെസേർട്ടാണ്, അതാണ്. ഞാൻ പറഞ്ഞാൽ ചെയ്യാം, നമുക്ക് നോക്കാം. വിസയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് ഗോൾഡൻ വിസ ഉണ്ട്, അപ്പോൾ എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി വരാം. പിന്നെ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സാർ ഞാനിങ്ങനെ ഒരു സിനിമ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു അനീഷ് മറ്റത് മറന്നുപോയോ, അഭിനയിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കായിരുന്നു ദുബായ് പോകാനായിട്ട്. അങ്ങനെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് എൻ്റെ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണ് എന്നെ വിളിക്കാൻ. കാരണം അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണല്ലോ. അപ്പം അനീഷ് എപ്പോഴും പറയും, എനിക്ക് ഏറ്റവും കടപ്പാടും സ്നേഹവും ഒക്കെ സാറിനോടാണ്, അതെന്നും നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു പടത്തിൽ കൊണ്ടുവരുന്ന എന്നെ അഭിനയിച്ചിട്ടിരുന്ന, ഇപ്പം ഇർഷാദ് ഭായി ഒക്കെ പറഞ്ഞ പോലെ എന്നെ അവിടെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ കാലിനെ തല്ലി ഒടിച്ച്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് ആക്ട് ചെയ്തിട്ട് ഞാനിങ്ങ് വന്നേനെ, ഈ പടം നടക്കത്തില്ലായിരുന്നു. അപ്പം മേ ബി ആ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം എന്നെ ഈ പടത്തിൽ വിളിക്കാഞ്ഞത്. ബിക്കോസ് അത്രമാത്രം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിൻ്റെ ടെക്നീഷ്യന്മാരും അനുഭവിച്ചു എന്ന് ഞാൻ അതിൻ്റെ വീഡിയോയിലൂടെ കണ്ടതാണ്. വളരെ ബുദ്ധിമുട്ടി ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അനീഷ് എന്നും വ്യത്യസ്തമായ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു, അനീഷ് കൊണ്ടുവരുന്ന കോൺസെപ്റ്റുകളെല്ലാം എന്തെങ്കിലും ഒരു ഹുക്ക് പോയിന്റ് അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ അനീഷ് എല്ലാ 3-4 ആഴ്ച കൂടുമ്പോഴും ഒരു തോട്ട്, സാർ ഇങ്ങനെ ഒരു തോട്ട് കിട്ടി, ഇതെങ്ങനെയുണ്ട്, വളരെ നല്ല തോട്ടാണ്. അപ്പൊ അതില് ഇത് കാണുമ്പോൾ ലൈക്ക് സുധീഷ് ഭായി ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു കൊച്ചു സിനിമയല്ല, ഇതൊരു പാൻ ഇന്ത്യൻ തോട്ടാണ്. ബിക്കോസ് ഞാൻ പേഴ്സണലി ദുബായ് ഡെസേർട്സ് കണ്ടിട്ടില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. ഞാൻ ഇതുപോലെ ഒരു ഡെസേർട്ടിൽ സ്റ്റക്ക് ആയിട്ടുണ്ട് ഹോൾ നൈറ്റ്.
അപ്പോൾ വെരി ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ സ്റ്റക്കായി. ഞങ്ങളൊരു ചെറിയ ക്രൂ പാമ്പൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഇപ്പം നീട്ടുന്നില്ല. പിന്നെ ലിനു, ഗ്രേറ്റ് എഫേർട്ട് ലിനു. ഭാഗ്യമുള്ള ഡയറക്ടറാണ്, ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. എനിക്ക് സക്രിയുടെ ഗർഭിണികളും മങ്കിപ്പനും 1 വർഷമാണ് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു ഷിബു 9 സ്റ്റേറ്റ് അവാർഡാണ് അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ 4 or 5 സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുകയും ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്ത സിനിമയാണ് സക്രിയുടെ ഗർഭിണികൾ. അപ്പം അത് അങ്ങനെ ഒരു ഉണ്ടാവട്ടെ. ഏറ്റവും നല്ല കഥയ്ക്ക് അനീഷിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്. സനൂഷയ്ക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്, ലാലേട്ടന് ബെസ്റ്റ് ആക്ടർ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവാർഡുകളും ബോക്സ് ഓഫീസ് വിജയവും ആവട്ടെ ഈ സിനിമ. അതുകൂടാണ്ട് രാസ്ത എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രത്യേകത 2024 മലയാള സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്ന സിനിമയാണ്. ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമ എന്ന ഒരു പ്രത്യേകതയും കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് രാസ്തയ്ക്കും മലയാള സിനിമയോട് ഒരു രാസ്ത കാണിച്ചു കൊടുക്കാനുണ്ട്. നല്ല നല്ല സിനിമകൾ, കണ്ടന്റ് സിനിമകൾ. മലയാള സിനിമ എന്നും അറിയപ്പെട്ടിരുന്നത് കൊച്ചു നല്ല കണ്ടന്റ് കഥകളുള്ള സിനിമകൾക്കാണ്. ഇപ്പോൾ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാലം തിരിച്ചു വരാനുള്ള ഈ രാസ്ത തുറന്നു കൊടുക്കട്ടെ. 2024 നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. രാസ്ത വൻ വിജയമാവട്ടെ. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത ആഴ്ച ഞാനും ഒരു കൊച്ചു സിനിമയായിട്ട് വരുന്നുണ്ട്, കൽബ്. അപ്പം അതിൻ്റെ ലോഞ്ചാണ്. ഇതുപോലൊരു ഫംഗ്ഷൻ നാളെ വേറെ ഉണ്ട്. എല്ലാവരും വരട്ടാ. വിളിച്ചിട്ടില്ല എല്ലാവരും? കൊള്ളാം. പാർവതിയുടെ സുഹൃത്താണ്, അതുകൊണ്ട് പറയാൻ കുഴപ്പമില്ല. ഭയങ്കര ഡാൻസറൊക്കെയാണ്. അടുത്ത് ഇനിയൊരു പാർവതിയുടെ അഭിനയിക്കുന്ന സിനിമയിലും ഞാൻ ഗസ്റ്റായിട്ട് വരട്ടെ. ചേട്ടന്റെ സിനിമയിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നാളെ ഇറങ്ങുന്ന പടത്തിൽ ഒരു 10-30 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്റെ ജോലിയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നല്ല രാശിയാണ്. അങ്ങനെ ഒരു പറച്ചിലുണ്ട് മലയാള സിനിമയിൽ. അങ്ങനെ ആവട്ടെ, സന്തോഷം. എന്തായാലും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. രാസ്തയ്ക്ക് വീണ്ടും ഒരുപാട് നന്മകളും ഹിറ്റിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. കമ്പനി ഉണ്ടെങ്കിൽ എല്ലായിടത്തും ബംഗാളി പണി എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവൻ വരും. എന്നിട്ട് അവൻ പറയും എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷ് ചേട്ടൻ പറഞ്ഞല്ലോ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇതാണ് സ്ഥിരം ഡയലോഗ്. അത് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ടു രാസ്ത. ജാനുവരി 5-ാം തീയതി ഇറങ്ങുന്നു അറിഞ്ഞു. ഫസ്റ്റ് ഷോയ്ക്ക് വിഷ്ണുവേട്ടൻ ഞാനും വരാം. പിന്നെ വലിയ സന്തോഷം, വിഷ്ണുവേട്ടൻ ലാസ്റ്റ് മിനിറ്റ് വിളിച്ചു, എടാ വിഷ്ണു ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചേട്ടാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ, എടാ നീ മര്യാദയ്ക്ക് വന്നേ, ഇങ്ങനെ പറയുന്ന ആളായിരുന്നു സെറ്റിൽ. അപ്പോൾ അദ്ദേഹം വിളിച്ചു. ലാസ്റ്റ് മിനിറ്റ് അല്ല, നിങ്ങൾ വിളിച്ചില്ലേലും വരാൻ നിൽക്കുന്ന ആൾക്കാരായിരുന്നു നമ്മൾ ഈ പരിപാടി അറിഞ്ഞിട്ട്. പിന്നെ എനിക്കൊരു ഫോൺ കോളാണ്, രസകരമായിട്ടുള്ളൊരു ഫോൺ കോളാണ് ഈ ഒരു വേദിയിൽ പറയാനുള്ളത്. വിഷ്ണുവേട്ടൻ, ഞാൻ മാളികപ്പുറം കഴിഞ്ഞ ടൈമിൽ വിഷ്ണുവേട്ടൻ പറഞ്ഞു, വിഷ്ണു മല കയറിയാൽ നടുവെട്ടിരിക്കുക, ഈ പറ്റത്തില്ല, ഈ ഇങ്ങനത്തുള്ള മലകയറ്റവും ആനയും പുലിയും അട്ടയും. ഇപ്പം എന്താ പറയുക, ഞാൻ ഒമാനിലേക്ക് പോവാം, ഇനി മുതൽ വിഷ്ണു നമ്പൂതിരിയല്ല ഷെയ്ഖ് നമ്പൂതിരി എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ആ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, നീ പറഞ്ഞ ശബരിമല എഴുതി വെക്കുന്നല്ലോ, ഇത് ഒമാനാണ് വേറെ ലെവലെന്നൊക്കെ. ഞാൻ മസ്കറ്റിൽ വരുന്ന, നമ്മള് മസ്കറ്റ് മാളികപ്പുറം ടീം മസ്കറ്റിൽ വരുന്ന സമയത്ത് ഞാൻ വിളിച്ചു, പക്ഷേ നമ്മള് മസ്കറ്റിൽ വരാണ്. അപ്പോൾ ഷെയ്ഖ് നമ്പൂതിരിയെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മുടെ പുൽവാൽ കല്യാണത്തില് മറ്റേ സലീം കുമാർ വിളിക്കില്ലേ, ഹലോ എടാ ഞാൻ ഈ മരുഭൂമിയിലാണ്. എന്തായാലും മൂന്നാമത്തെ കോളില് അദ്ദേഹം പറഞ്ഞു, വിഷ്ണു നന്നായിട്ട് കഷ്ടപ്പെട്ടു, പക്ഷെ നീ കണ്ടോ, നീ കാണാത്തൊരു വിഷ്ണു നമ്പൂതിരിയുടെ ഫ്രെയിംസ് ഈ പടത്തിൽ കാണാം. ട്രെയിലറിൽ കണ്ടു. അപ്പോൾ ജാനുവരി 5 മൊത്തമായിട്ടൊന്ന് കാണണം. ടീമിന് ഓൾ ദി ബെസ്റ്റ്. ഇതുപോലത്തെ ഒരു സർവൈവൽ ത്രില്ലർ മലയാള സിനിമയിൽ ഇനിയും വരണം. അപ്പോൾ ഈ 2024 അങ്ങനത്തെ ഉള്ള കുറെ നല്ല സിനിമകൾ വരട്ടെ. അവൻ വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞാണ്, അവൻ ഇപ്പൊ ചെയ്യുന്ന പടത്തിന് അടുത്ത സിനിമ സർവൈവൽ ത്രില്ലർ. അത് കാരണമാണ് അവനത് പറയുന്നത്. എനിക്ക് ഒരു വിഷ്ണുവിനെ പറ്റി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അനുഭവിച്ച കാര്യമായിരിക്കും. നമ്മൾ പല ദിവസവും ടൈറ്റ് ഷൂട്ട്, കാരണം 5 മണിയാകുമ്പോൾ ഫോറസ്റ്റ് ഓഫീസർമാർ വന്നിട്ട് ആന 4 കിലോമീറ്റർ അപ്പുറം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഷൂട്ട് നിർത്തി ഞങ്ങൾ റൂമിലെത്തും. അപ്പോൾ ഇന്ന് തീരാനുള്ള ഷോട്ടൂടെ നാളെ എടുക്കണമല്ലോ എന്ന ചിന്തയിലിരിക്കുമ്പോൾ ഞാനും വിഷ്ണു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒരു ഓടക്കുടൽ വിളി കേൾക്കാം സ്ഥിരമായിട്ട്. ആദ്യ ദിവസങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞാൽ പത്തനംതിട്ടയിലെ ആ ഹോട്ടലിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. കാരണം അവിടുത്തെ താഴെയുള്ള റിസപ്ഷൻ ഉള്ളത് പറയുന്നത് ഇങ്ങനെ ഒരു സൗണ്ട് ഇവിടെ കേൾക്കില്ല എന്ന് പറയുന്നു.
എൻ്റെ തൊട്ടിപ്പുറത്തെ റൂമിൽ നിന്ന് രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ അലൈപ്പായ പോലത്തെ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു ദിവസം ഇറങ്ങി വരാന്തയിലൂടെ പോയി നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇത്രയും ടെൻഷൻ അടിച്ച് ഞങ്ങൾ നിൽക്കുമ്പോൾ രാത്രി 11 മുതൽ 1 മണി വരെ ഓടക്കുഴലും വായിച്ചുകൊണ്ടിരിക്കും. ഈ മേക്കിംഗ് വീഡിയോയിൽ ഞാൻ കണ്ടു അദ്ദേഹം സെറ്റിലിരുന്ന് ഓടക്കുഴൽ വായിക്കുന്നത്. ഇത്രയും ചൂടും ഇത് മണലെടുത്ത് എറിയുന്നല്ലേ, ആ സമയത്തൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ അത് വായിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും വലിയ കഴിവുള്ള ഒരു കലാകാരനാണ്. ഭാവിയിൽ ഒരു വലിയ എന്താ പറയുക നടനുമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഡയറക്ടറോടും ആയിക്കോട്ടെ. താങ്ക് യു.